ഹായ്, അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത് പാരൻസിന്റെ ഇൻവോൾവ്മെന്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ പാരൻസിന്റെ ഇൻവോൾവ്മെന്റ് കുട്ടികളുടെ അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ ലൈഫിൽ വരാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ പാരൻസ് കുട്ടികളുടെ ലൈഫിൽ ഇൻവോൾവ് ആകണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ചിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് പാരൻസ് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന കോച്ചസുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട പോയിന്റ്. കാര്യം ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതില്ല കോച്ചസിനെ ഫോളോ അപ്പ് ചെയ്ത് കുട്ടികളെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് അവിടെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാര്യം കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും കോച്ചസിന്റെ സജഷൻസ് എടുത്തിട്ട് മാത്രമേ പ്ലേയേഴ്സിനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കൂ. സോ എപ്പോഴും കോച്ചസുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീക്കിലിയോ 2 ദിവസമോ 3 ദിവസമോ കൂടുമ്പോഴായാലും അല്ലെങ്കിൽ വീക്കിലി വൺസ് ആയാലും കോച്ചസുമായിട്ട് സംസാരിച്ചിരിക്കണം. നിങ്ങളുടെ കുട്ടികളുടെ എന്താണ് ഇപ്പോഴത്തെ സ്റ്റേജ്, കുട്ടികൾ ഏതൊക്കെ ഭാഗത്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ ഭാഗത്താണ് കുട്ടികൾ ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയുള്ളത്. അപ്പം ഞങ്ങൾ വീട്ടിൽ ഇപ്പോൾ പാരൻസ് വീട്ടിൽ എവിടെ എന്താണ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ വ്യക്തമായ ഒരു ധാരണ കോച്ചസുമായിട്ട് സംസാരിച്ച് കൊണ്ടുവരാൻ നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ കുട്ടികളുടെ ഇമ്പ്രൂവ്മെന്റ് ഫാസ്റ്റ് ആവുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യത്തെ പോയിന്റിൽ ഇപ്പൊ സംസാരിച്ചത് പാരൻസുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ സെക്കൻഡ് പോയിന്റിൽ ഇതിന്റെ തന്നെ നെക്സ്റ്റ് ഒരു പാർട്ടായിട്ട് വരുന്നതാണ്. കാര്യം നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പാരൻസ് കോച്ചസുമായിട്ട് നല്ല സജഷൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടികളെ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. സോ രണ്ടാമത്തെ കാര്യം ഇതാണ്, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ പാരൻസ് എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ കുട്ടികളെ എങ്ങനെയാണ് ബോൾ ഇട്ട് കൊടുക്കേണ്ടത്, ഏത് ഷോട്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ബോൾ എറിയാനാണോ ബാറ്റ് ചെയ്യാനാണോ ഏതാണോ ഫീൽഡിംഗ് ആണോ അവർ വീക്കായിട്ടുള്ള ഏരിയ, അപ്പൊ ഏത് ഏരിയ ആണോ അവിടെ എന്താണ് എങ്ങനെയാണ് അവർ ചെയ്യിക്കേണ്ടതെന്നുള്ളത് കോച്ചസുമായിട്ട് സംസാരിച്ചിട്ട് അത് നിങ്ങൾ വീട്ടിൽ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. അപ്പൊ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോൾ എപ്പോഴും കോച്ചസുമായിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂറ്റി ആ കുട്ടിയുടെ സെഷൻസിൽ കിട്ടുള്ളൂ. അവരുടെ പെർഫോമൻസിനെയും അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. സോ കോച്ചസുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കീപ്പ് ചെയ്യുക. വീട്ടിൽ ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുമ്പോഴും എല്ലാം കോച്ചസിന്റെ സജഷനുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്യാനായിട്ട് നോക്കാം. മൂന്നാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. പാരൻസ് എപ്പോഴും ഒരു നല്ല മോട്ടിവേറ്റർ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം ഈ പ്ലേയേഴ്സിന്റെ ലൈഫിൽ കോച്ചസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നത് ഈ പാരൻസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ അവർ വേണം കുട്ടികളെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവാനായിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് പാരൻസിന്റെ റോളാണ്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടും അവർ ചെയ്തിരിക്കുന്ന ഒരു റോളാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ നല്ലൊരു മോട്ടിവേറ്റർ ആവാനായിട്ട് പാരൻസ് എപ്പോഴും ശ്രമിക്കുക. നെഗറ്റീവായിട്ട് രീതിയിൽ അവർക്ക് കിട്ടുന്ന ഒരു ടോക്കും അവരോട് സംസാരിക്കാതെ അവരെ പോസിറ്റീവായിട്ട് നെക്സ്റ്റ് ഓരോ ഫെയിലിയറോ അവരാകുന്ന സമയത്തും അവരെ വീണ്ടും വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം പാരൻസ് തന്നെ കൊടുക്കാൻ നോക്കുക. നല്ലൊരു മോട്ടിവേറ്റർ ആയാൽ കുട്ടികളുടെ പെർഫോമൻസിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ മാറ്റം. സോ നല്ലൊരു മോട്ടിവേറ്റർ ആവാനായിട്ട് ശ്രമിക്കുക. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ്, പാരൻസ് കുട്ടികൾക്ക് എന്താണോ നീഡെന്ന് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇപ്പം ഒരു അക്കാഡമിക് സെഷൻസിൽ കുട്ടികളെ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചെന്ന് വെച്ചാൽ അവർക്ക് എല്ലാം ആയി എന്ന് വരില്ല. സോ അവർക്ക് ഇപ്പം ചിലപ്പോൾ എക്സ്ട്രാ ഫിറ്റ്നസ് സെഷൻസ് വേണ്ടി വരാം, അല്ലെങ്കിൽ അവർക്ക് ഒരു എക്സ്ട്രാ ഇപ്പം നമ്മൾ അക്കാഡമീസിലൊക്കെ എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരു 10 കുട്ടികൾ മിനിമം ഉണ്ടാവുന്ന ഒരു സെഷനിൽ ഒരു കുട്ടിക്ക് കിട്ടുന്ന ബോളിന്റെ എണ്ണത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലെവലായിരിക്കും. സോ അങ്ങനെ ലിമിറ്റഡ് ബോളുകൾ കളിക്കുമ്പോൾ അവരുടെ പെർഫോമൻസിനെ അത് ഒരു പരിധി വരെ കുറച്ച് സ്ലോ ഡൗൺ ആക്കാനായിട്ട് അത് കാരണമാകുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ സെഷൻസ്, ഇപ്പോൾ പേഴ്സണൽ ട്രെയിനിങ്ങോ ത്രോ ഡൗൺ സെഷൻസോ പോലുള്ള എക്സ്ട്രാ സെഷൻസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ, അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കോച്ചസുമായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെയുള്ള സെഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികളുടെ പെർഫോമൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാര്യം പേഴ്സണലി ഒരു അറ്റൻഷൻ കിട്ടിയാൽ മാത്രം ഒരുപാട് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ ഇന്ന് നമുക്ക് മാറ്റങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. സോ പേഴ്സണൽ ട്രെയിനിങ് സെഷൻസ്, ത്രോ ഡൗൺ സെഷൻസ് പോലുള്ള എക്സ്ട്രാ സെഷൻസ് കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയാൽ അത് വളരെ നല്ലതായിരിക്കും. സോ പാരൻസ് ആയിട്ടുള്ള എല്ലാവരും ഇത് ശ്രദ്ധിക്കാൻ നോക്കുക. കാര്യം അക്കാഡമിക് സെഷനിൽ കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചു,
2-3 വർഷം കൊണ്ട് ആ കുട്ടിക്ക് വലിയ മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ആ കുട്ടിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമ്മൾ അറിയാതെ നമ്മൾ അക്കാഡമിക് സെഷൻസിൽ മാത്രമായിട്ട് കൊണ്ട് ചേർക്കുന്നത് കൊണ്ടാണ്. സോ ആ കുട്ടിയുടെ എവിടെയാണോ എന്താണോ ആ കുട്ടിക്ക് നീഡ് അതെല്ലാം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുക. ആ കുട്ടികൾക്ക് അതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്ലെയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ കുട്ടിയുടെ നിന്ന് നമുക്ക് പ്രോപ്പർ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. സോ ഈ കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ 4 പോയിന്റും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് കമന്റ് വഴി. സോ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.